കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് റദ്ദാക്കി. എന്തുകൊണ്ട്? ഇന്ത്യൻ ഫുട്ബോളിനെ നടുക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 2026-27 സീസണിലേക്കുള്ള AIFF പ്രീമിയർ ഒരു ക്ലബ് ലൈസൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിഷേധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, ഒഡീഷ FC, ചെന്നൈയിൻ FC, മുഹമ്മദൻ സ്പോർട്ടിംഗ്, ഇന്റർ കാശി ഉൾപ്പെടെ ഇന്ത്യയിലെ 7 പ്രമുഖ ക്ലബ്ബുകൾക്കും ലൈസൻസ് ലഭിച്ചില്ല. ഇത് ഒരു സാധാരണ വാർത്തയല്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ അകത്തളങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നതിന്റെ വലിയ സൂചനയാണ് ഇത്. അപ്പോൾ എന്താണ് ഈ പ്രീമിയർ ഒരു ലൈസൻസ്? വജുതലും AFC മത്സരങ്ങളിലും പങ്കെടുക്കാൻ ഒരു ക്ലബിന് നിർബന്ധമായും വേണ്ട ഔദ്യോഗിക അനുമതിയാണ് ഈ ലൈസൻസ്. പക്ഷേ അത് വെറും ഒരു പേപ്പർ അല്ല. ഒരു ക്ലബിന്റെ മുഴുവൻ സംവിധാനവും AIFF വിലയിരുത്തും. സാമ്പത്തിക സ്ഥിതി എത്ര ശക്തമാണ്? കളിക്കാർക്കും സ്റ്റാഫിനും ശമ്പളം സമയത്ത് നൽകുന്നുണ്ടോ? സ്റ്റേഡിയം സൗകര്യങ്ങൾ ശരിയാണോ? യൂത്ത് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ടോ? അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണലാണോ? ലീഗൽ ഡോക്യുമെന്റുകൾ കൃത്യമാണോ? ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ലൈസൻസ് അനുവദിക്കുന്നത്. പക്ഷേ ഈ തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചില്ലെന്നാണ് ന്യൂസ്വ്യൂയുടെ കണ്ടെത്തൽ. ന്യൂസ്വ്യൂയുടെ ക്ലബ് ലൈസൻസിംഗ് കമ്മിറ്റി മെയ് 17 ചേർന്ന യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം എടുത്തത്. അതിലും വലിയ ഞെട്ടൽ എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നായ മോഹൻ ബഗാനും ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അത് ഒരു കാര്യം വ്യക്തമാക്കുന്നു. പ്രശ്നം വെറും ഒരു ക്ലബ്ബിലല്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഘടനയിലാകെ വലിയ പിരിവുകൾ നിലനിൽക്കുന്നു. അതേസമയം ബംഗളൂരു FC, മുംബൈ സിറ്റി FC, ഗോവ, ഈസ്റ്റ് ബംഗാൾ, ജംഷഡ്പൂർ തുടങ്ങിയ ചില ക്ലബ്ബുകൾക്ക് ലൈസൻസ് ലഭിച്ചു. പക്ഷേ അവർക്കും പൂർണ്ണ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. ലൈസൻസ് വിത്ത് സാങ്ഷൻസ് എന്ന നിലയിലാണ് അവർക്കുള്ള അനുമതി. അതായത് ചില നിബന്ധനകൾ ഇപ്പോഴും പാലിക്കാനുള്ളത് ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുള്ള വഴി എന്താണ്? ക്ലബിന് ഇനി ന്യൂസ്വ്യൂയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാം. അല്ലെങ്കിൽ പ്രത്യേക ഇളവ് തേടി അടുത്ത സീസണിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം. പക്ഷേ ആരാധകരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ലൈസൻസ് പ്രശ്നം AFC മത്സരങ്ങളെയും ബാധിക്കാം. ലൈസൻസ് ഇല്ലെങ്കിൽ ഏഷ്യൻ ക്ലബ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോലും തടസ്സം നേരിടാം. അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഏഷ്യൻ തലത്തിലേക്ക് വളരണമെങ്കിൽ ആദ്യം സ്വന്തം ക്ലബ്ബുകളുടെ അടിസ്ഥാന സംവിധാനങ്ങൾ തന്നെ ശക്തമാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ചും ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടക്കുന്നത്.